വൈക്കം വെച്ചൂരിൽ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന തോട്ടിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി. ഇതോടെ 2000 ഏക്കർ നെൽകൃഷി വെള്ളം ലഭിക്കാതെ നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട പാടശേഖര സമിതി പോലീസിൽ പരാതി നൽകി. വെച്ചൂരിൽ കൃഷിക്ക് വെള്ളം എത്തിക്കുന്ന കോടന്തുരുത്ത് ഞാണുപറമ്പ് തോട്ടിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയും സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളി. ശക്തിയേറിയ രാസവസ്തുക്കൾ കലർത്തി തള്ളുന്ന മാലിന്യം വീണ് സ്ഥലത്തെ പുല്ലുകൾ പോലും കരിഞ്ഞു. തോട് മലിനമായതോടെ വെച്ചൂർ പൂവത്തുംകരി, അയ്യനാടൻ പുത്തങ്കരി, കോരത്തുപുറത്തുകരി തുടങ്ങിയ 10ഓളം പാടശേഖരങ്ങളിലാണ് കൃഷിനാശ ഭീഷണി. ആകെ 2000 ഏക്കർ നെൽകൃഷി പ്രതിസന്ധിയിലാണ്. വിതച്ചിട്ട് 20 ദിവസം കഴിഞ്ഞ് ഒരേക്കർ 20,000 രൂപ അടുത്ത് ചെലവ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കൃഷിക്കാർക്ക് തോട്ടിലിറങ്ങി തൂമ്പ് തുറന്ന് വെള്ളം കയറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. കാര്യം തോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ കക്കൂസ് മാലിന്യങ്ങളും രാസമാലിന്യങ്ങളും നിറച്ച് കരിയോയിൽ പോലെയാണ് കിടക്കുന്നത്. തോട്ടിലിറങ്ങി കർഷക തൊഴിലാളികൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അസ്വസ്ഥതയെ തുടർന്ന് ചികിത്സ തേടേണ്ടി വന്നു. സ്കിൻ അലർജി ഒന്ന്, രണ്ടാമത് ചിക്കൻ ഗുനിയ, കോളറ, മഞ്ഞപ്പിത്തം ഇതുപോലുള്ള രോഗങ്ങൾ കൃഷിക്കാരെ പേടിച്ച് പാടത്ത് വരുന്നില്ല. പാടശേഖര സമിതിയും പഞ്ചായത്തും ചേർന്ന് സ്ഥാപിച്ച CCTV ക്യാമറകൾ കേടുവരുത്തിയ ശേഷമാണ് ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളിയത്. പാടത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് തോട്ടിലേക്ക് കുഴൽ വെച്ചിരിക്കുന്നത്. ഈ കുഴൽ തുറക്കുന്ന വേണ്ടിയിട്ട് കർഷകർ കഴുത്തോളം വെള്ളത്തിലിറങ്ങി അല്ലെങ്കിൽ മുങ്ങി വേണം ഈ കുഴൽ തുറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തെ അവരുടെ ശരീരത്തിൽ സ്കിൻ അലർജി ആയിട്ട് പാണ്ട് പോലുള്ള രോഗം, തൊലി പൊളിയുന്നു, പൊള്ളൽ പോലെ വരുന്നു, ഇങ്ങനെയുള്ള പല അനുഭവങ്ങളുണ്ട്. കർഷകർക്ക് പുറമെ തോടുകളുടെ പരിസരത്തും പാടശേഖരത്തിന് സമീപത്തുമായി താമസിക്കുന്ന നൂറുകണക്കിന് പ്രദേശവാസികളെയും പ്രശ്നം രൂക്ഷമായി ബാധിച്ചു. മീഡിയ 1 കോട്ടയം.